لكل شيء موعظة وتفصيلا لكل شيء فخذها بقوة وأمر قومك يأخذوا بأحسنها سأريكم دار الفاسقين. കഴിഞ്ഞ ആയത്തുകളിൽ മൂസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് പ്രകാരം 40 നാളുകളിലേക്ക് പ്രത്യേകമായ ഒരു മീഖാത്തിലേക്ക്, ഒരു സ്ഥലത്തേക്ക് അല്ലാഹുവുമായിട്ട് സംവദിക്കുവാൻ പോയ സന്ദർഭത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. ആ ഘട്ടത്തിൽ മൂസ അലൈഹിസ്സലാം ഇസ്രയേൽ സമൂഹത്തിൽ തൻ്റെ പ്രതിനിധിയായിട്ട് ഹാറൂൻ അലൈഹിസ്സലാമിനെ നിശ്ചയിച്ചു. നീ അവർക്കിടയിൽ നന്മ നടപ്പാക്കണം, കുഴപ്പക്കാരുടെ വഴി നീ പിന്തുടരരുത് എന്ന് പറഞ്ഞു. അങ്ങനെ മൂസ അലൈഹിസ്സലാം അള്ളാഹു നിശ്ചയിച്ച സ്ഥാനത്തെത്തി. അള്ളാഹു മൂസ അലൈഹിസ്സലാമുമായിട്ട് സംസാരിച്ചു. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം അള്ളാഹുവോട് ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കാണാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണങ്ങളും അള്ളാഹു തആല മൂസ അലൈഹിസ്സലാമിനെ ബോധ്യപ്പെടുത്തി. അങ്ങനെ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. തുടർന്ന് അള്ളാഹു 144-ാമത്തെ ആയത്തിൽ അള്ളാഹുവെ കാണാൻ കഴിയാത്ത സങ്കടം മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിലുണ്ടാകുമല്ലോ. അപ്പൊ അതിന് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല ആശ്വസിപ്പിക്കുന്നുണ്ട്. മൂസ, അതിമഹത്തരമായ ഒരു പദവി നാം താങ്കൾക്ക് നൽകിയില്ലേ? ഇന്നി സ്തഫൈതുക അലന്നാസ്, ജനങ്ങൾക്കുമേൽ താങ്കളെ നാം തെരഞ്ഞെടുത്തു. അതിവിശിഷ്ടമായ ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നു അത്. എൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുവാൻ, എൻ്റെ വചനങ്ങളുടെ വക്താവാകുവാൻ വേണ്ടിയിട്ട്. അതിനാൽ നീ നന്ദിപൂർവം ഞാൻ നിനക്ക് നൽകിയ ഈ വേദകൽപ്പനകൾ, ഈ പ്രവാചകത്വ ഉത്തരവാദിത്വം ഏറ്റെടുക്കൂ എന്ന് അള്ളാഹു 144 പറഞ്ഞു. ഇനി 145-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കേണ്ടത്. ആ സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാം അള്ളാഹു നിശ്ചയിച്ച ആ മീഖാത്തിൽ കഴിച്ചുകൂട്ടുന്ന വേളയിൽ ആ നിശ്ചിത സ്ഥലത്ത് വെച്ച് അള്ളാഹു തആല മൂസ അലൈഹിസ്സലാമിന് പിന്നെ എന്താണ് നൽകിയത്, അതിനെക്കുറിച്ചാണ് 145. വകതബ്നാ ലഹു ഫിൽ അൽവാഹ്, കതബ എഴുതി എന്നാണല്ലോ. വകതബ്ന നാം എഴുതി, ലഹു അദ്ദേഹത്തിന്, നാം മൂസ അലൈഹിസ്സലാമിന് എഴുതി കൊടുത്തു എന്നർത്ഥം. ഫിൽ അൽവാഹ് ഫലകങ്ങളിൽ എഴുതി കൊടുത്തു. ലൗഹ് ഫലകം, സ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എന്നൊക്കെ പറയാം. ഫിൽ അൽവാഹ് ഫലകങ്ങളിൽ എഴുതി കൊടുത്തു. മിൻ കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളും എഴുതി കൊടുത്തു എന്ന് അള്ളാഹു പറയുന്നു. മിൻ കുല്ലി ഷൈ, മൗഇള അത് ഉപദേശമാണ്, വതഫ്സീലൻ വിശദീകരണവുമാണ്, ലിക്കുല്ലി ഷൈ എല്ലാ ഓരോ കാര്യങ്ങളുടെയും വിശദീകരണവും അതിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഫലകങ്ങൾ നാം മൂസ അലൈഹിസ്സലാമിന് എഴുതി കൊടുത്തു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഹുദ് നീ ഇത് എടുത്തുകൊള്ളുക, പിടിച്ചുകൊള്ളുക. ഹുദ് ഹ നീ ഇതിനെ പിടിക്കണം, ബിഖുവ്വ ശക്തിയോടെ മുറുകെ പിടിക്കണം. വഅ്മുർ അതോടൊപ്പം നീ കൽപ്പിക്കണം, ഖൗമക നിന്റെ ജനത്തോട്, യഖുദു അവർ കൈക്കൊള്ളട്ടെ, അവർ എടുക്കട്ടെ, ബി അഹ്സനിഹ അതിൻ്റെ ഏറ്റവും നല്ല വശം അവർ സ്വീകരിക്കട്ടെ. ഏറ്റവും നന്നായിക്കൊണ്ട്, നല്ലതായിക്കൊണ്ട്
അവരത് സ്വീകരിക്കട്ടെ. സ ഉരീക്കും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അറ യുരി, കാണിച്ചു കൊടുത്തു. ഉരി, ഞാൻ കാണിച്ചു തരും. ദാറൽ ഫാസിഖീൻ, ധിക്കാരികളുടെ ഗേഹം, അവരുടെ വീട് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാണ് 145 ആയത്തിന്റെ അർത്ഥം. വകതബ്നാ ലഹു ഫിൽ അൽവാഹ്, അല്ലാഹു തആല മൂസ അലൈഹി ഇസ്ലാമിന് ചില ഫലകങ്ങൾ നൽകി എന്നാണ് ഇവിടെ പറയുന്നത്. ലൗഹ്, പഴയ കാലത്ത് നമ്മുടെ പുസ്തകവും പെന്നൊക്കെ വരുന്നതിന് മുമ്പ് പലകകളിലാണ് നമ്മുടെ മുൻഗാമികൾ അക്ഷരങ്ങൾ എഴുതി പഠിച്ചിരുന്നത് എന്നാണ്, അല്ലെ? അതിൽ മണ്ണ് കൊണ്ട് മായ്ച്ച് എഴുതുന്ന രീതിയൊക്കെ അവർ സ്വീകരിച്ചിരുന്നു. ഇപ്പൊ ലൗഹ് ചതുരാകൃതിയിലുള്ള മരപ്പലകക്കാണ് ലൗഹ് എന്ന് സാധാരണ പറയാം. അതിന്റെ ബഹുവചനമാണ് അൽവാഹ്. ലൗഹുൽ മഹ്ഫൂൽ സൂറത്തുൽ ബുറൂജിൽ വന്നിട്ടുണ്ടല്ലോ, സുരക്ഷിത ഫലകം എന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ ഫലകം എന്ന അർത്ഥത്തില് ലൗഹ് എന്ന വാക്ക് ഉപയോഗിക്കും. മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ ഫലകം കല്ലുകൊണ്ടായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അത് 2 ഫലകമാണ് ഉണ്ടായിരുന്നത് എന്നും ബൈബിളിൽ പ്രയോഗിക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹു തആല അൽവാഹ് എന്ന് ബഹുവചന രൂപത്തിലാണ് പ്രയോഗിച്ചത്. അത് 2 ആവണമെന്നില്ല, അതിൽ കൂടുതൽ, 2ൽ കൂടുതലിനാണല്ലോ ബഹുവചനം എന്ന് പൊതുവെ പറയാം. അപ്പൊ ആ നിലയ്ക്ക് അറബി ഭാഷയിൽ ജംഅ്, ബഹുവചനം 2ൽ കൂടുതലാണ്. അൽവാഹ് എന്നത് കുറെ ഫലകങ്ങൾ എന്ന് മനസ്സിലാക്കാം. അതിലെന്താ അടങ്ങിയിരുന്നത്? മിൻ കുല്ലി ഷൈഇൻ മൗഇള, സകല കാര്യങ്ങളെക്കുറിച്ചുള്ള സതുപദേശങ്ങൾ അതിലുണ്ടായിരുന്നു. വതഫ്സീലൻ ലികുല്ലി ഷൈ, അതുപോലെ എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണവും ഉണ്ടായിരുന്നു എന്നാണ്. ഇവിടെ മിൻ കുല്ലി ഷൈ, മിൻ ചേർത്തിട്ടാണ് ആദ്യം പറയുന്നത്. ആ മിൻ ഭാഗികമായ, മുഴുവനും കാര്യങ്ങളെ കുറിച്ചല്ല, അതിൽ നിന്നുള്ള എന്നുള്ള ആശയമാണ് അതിൽ വരുന്നത് എന്നാണ്. അപ്പോ മിൻ കുല്ലി ഷൈഇൻ മൗഇള എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള സതുപദേശങ്ങൾ, അഥവാ സതുപദേശങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ട് എന്നാണ്. അതേപോലെ തഫ്സീലൻ ലികുല്ലി ഷൈ, മൗഇളതൻ വ തഫ്സീലൻ ലികുല്ലി ഷൈ എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയായിട്ടാണ് പറയുന്നത്. അഥവാ എല്ലാ സതുപദേശങ്ങളും അതേപോലെ തന്നെ വിശദാംശങ്ങളും അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അതിനൊന്നുകൂടി വിശദീകരിച്ച് പറയുമ്പോൾ കതബ്നാ ലഹു ബഅളൻ മിൻ കുല്ലി ഷൈ മൗഇള എന്ന് പറയാം. എല്ലാ സംഗതികളെയും സ്പർശിക്കുന്ന എല്ലാ ഉപദേശങ്ങളാലും വതഫ്സീലൻ ലികുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണത്താലും അത് സമ്പന്നമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ലൗഹിന്റെ ഉള്ളടക്കത്തെ കുറിച്ചാണ് പറയുന്നത്. അഥവാ ജീവിതത്തിന്റെ തത്വങ്ങളും പ്രയോഗവും അത് ഉൾക്കൊണ്ടിരുന്നു എന്ന് പറയാം. എല്ലാ മേഖലകളിലും ആവശ്യമായ അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും അതിൽ ഉണ്ടായിരുന്നു. ഹുദൽ ലിന്നാസി വ ബയ്യിനാത്തിൻ മിനൽ ഹുദ, ഖുർആനിനെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചാൽ അത് ഹുദൽ ലിന്നാസാണ്, മനുഷ്യർക്കുള്ള വഴികാട്ടിയാണ്. വ ബയ്യിനാത്തിൻ മിനൽ ഹുദ, ആ സന്മാർഗത്തിന്റെ വിശദാംശങ്ങൾ എല്ലാം വ്യക്തതയോടുകൂടി തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് എന്ന് വരും. ഖുറാനെ കുറിച്ച് ഈ ശൈലി ധാരാളം കാണാം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വ ശിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ നെഞ്ചകത്തെ അസ്വസ്ഥതകൾക്കുള്ള ശമനവും ഷിഫയും ഈ ഖുർആനിലുണ്ട് എന്ന് അല്ലാഹു തആല 10-ാമത്തെ അധ്യായത്തിൽ 57-ാമത്തെ സൂക്തത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക്, വിഷയങ്ങൾക്കുള്ള വിശദീകരണമാണ്. വഹുദൻ, സന്മാർഗമാണ്. വ മൗഇളത്തുൽ ലിൽ മുത്തഖീൻ, ഇത് ഭക്തജനങ്ങൾക്കുള്ള സതുപദേശവുമാണ് എന്ന് വരുന്നുണ്ട്. വലഖദ് ജിഅ്നാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽം, ഈ ഖുർആൻ ഉണ്ടല്ലോ,
ഇത് അറിവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നാം വിശദീകരിക്കുന്ന വേദമാണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ശൈലിയിൽ ഖുർആനിനെ കുറിച്ച് പറയുന്നു. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഇതാണ്, ഈ വേദഗ്രന്ഥങ്ങളിൽ പൊതുവെ തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കണം എന്നുള്ള വിശദാംശങ്ങളും ഈ വേദഗ്രന്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. മൂസ അലൈഹി ഇസ്ലാമിന് ശരിക്കും അള്ളാഹു തആല എന്താണ് ഇതിലൂടെ കൊടുത്തത്? പ്രസിദ്ധമായ 10 കൽപ്പനകൾ നമ്മൾ സാധാരണ കേൾക്കാറില്ലേ, 10 കമാൻഡ്മെന്റ്സ് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല നൽകിയതായിട്ട്. എന്നാൽ ഈ 10 കൽപ്പനകൾ മാത്രമാണോ മൂസ അലൈഹി ഇസ്ലാമിന് വഹയായി ലഭിച്ചത്? അല്ല, തൗറാത്ത് എന്ന വേദഗ്രന്ഥം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ 10 കൽപ്പനകളും മറ്റു നിയമങ്ങളും മൂസ അലൈഹി ഇസ്ലാമിന് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും അല്ലെ? എന്നാൽ ഫലകങ്ങൾ 2 ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഈ 2 കാര്യങ്ങൾ തത്വവും പ്രയോഗവും എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനിച്ചവരുണ്ട്. അതേസമയത്ത് ധാരാളം ഫലകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഖുർആനിക വീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കുക. അത് 7 എണ്ണമായിരുന്നു, 10 എണ്ണമായിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അത് മരതകം കൊണ്ടുള്ളതാണ്, അതല്ല മാണിക്യം കൊണ്ടുള്ളതാണ് എന്നൊക്കെ ചില നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എണ്ണത്തെക്കുറിച്ചും അതുപോലെ അത് എങ്ങനെയുള്ളതായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന റിപ്പോർട്ടുകളൊന്നും അത്ര പ്രബലമല്ല. അപ്പൊ ഏതായാലും ചിലപ്പോൾ ഈ ഫലകങ്ങളുടെ 2 വശത്തും എഴുതിയിരിക്കാം, അങ്ങനെയും ആകാമല്ലോ, 2 വശത്തും എഴുതിയിരിക്കാം എന്നാണ് ബൈബിളിലെ സൂചന. അങ്ങനെയൊക്കെ ആണെങ്കിൽ 10 കൽപ്പനകൾ കൂടാതെ വേറെയും പല കൽപ്പനകൾ മൂസ അലൈഹി ഇസ്ലാം ലഭിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഏതായാലും മൂസ അലൈഹി ഇസ്ലാമിന് ഫലകങ്ങൾ എഴുതി കൊടുത്തു എന്ന ഖുർആൻ പറയുന്നത്. കത്തബ്ന, നാം എഴുതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അള്ളാഹു നേരിട്ട് തന്നെ എഴുതി കൊടുത്തതാകാം, എഴുതിയ രൂപത്തിലായിരിക്കാം നൽകപ്പെട്ടത്. അതല്ലെങ്കിലോ മലക്കുകൾ രേഖപ്പെടുത്തിയതാവാം, അതല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിനോട് രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതാകാം. അങ്ങനെയൊക്കെ വരുമ്പോഴും നാം എഴുതി കൊടുത്തു എന്ന് പറയാം. കാരണം അള്ളാഹു ആണ് അതിൻ്റെ അതോറിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആനിന്റെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നില്ലേ, ഇന്നാ ലഹു ലഹാഫിദൂൻ, നിശ്ചയം നാം തന്നെ അതിൻ്റെ സംരക്ഷകരുമാണ് എന്ന് അള്ളാഹു ഖുർആനെ കുറിച്ച് പറയുന്നുണ്ട്. ഖുർആനിനെ അള്ളാഹു സംരക്ഷിക്കും. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അതിൻ്റെ സംരക്ഷണം? ഖുർആനിന്റെ കോപ്പി തീയിലിട്ടാൽ കത്തിപ്പോവില്ല എന്നാണോ? അങ്ങനെയല്ല. അത് സംരക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനാണ്, മനുഷ്യ മനസ്സുകളിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ? ഓരോ വിശ്വാസിയും ഈ സമുദായത്തിലെ ഓരോ ആളും പിന്മുറക്കാരായിട്ട് വരുന്ന ഓരോ വ്യക്തിയും തീർച്ചയായിട്ടും അതിൻ്റെ വാഹകരായിട്ട് മാറുമ്പോഴാണ് ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നത്. അവിടെ ഇന്നാ ലഹു ലഹാഫിദൂൻ, നിശ്ചയം നാം ആണതിനെ സംരക്ഷിക്കുന്നവർ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അതേപോലെയാണ് കതബ്ന, നാം എഴുതി എന്ന് പറയുമ്പോൾ അള്ളാഹു എഴുതി എന്ന് തന്നെ ആവണമെന്നില്ല. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ചു എന്ന ശൈലിയിലും ആകാം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഇതിന് വരുന്നുണ്ട് എന്നുള്ളതാണ്. ബൈബിളിൽ ഇതിനെക്കുറിച്ച് ഈ ലൗഹ് അഥവാ ഫലകം നൽകിയതിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. മോശെ ജനങ്ങളുടെ അടുത്ത് ചെന്ന് കർത്താവിൻ്റെ വാക്കുകളും പ്രമാണങ്ങളും അറിയിച്ചു. അപ്പോൾ ജനങ്ങളെല്ലാം ഏകസ്വരത്തിൽ മറുപടി നൽകി, കർത്താവ് കൽപ്പിച്ച വചനങ്ങളെല്ലാം ഞങ്ങൾ സ്വീകരിക്കും. മോശെ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം രേഖപ്പെടുത്തി. പുറപ്പാട് പുസ്തകത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. മറ്റൊരിടത്ത് ഫലകങ്ങൾ നിർമ്മിച്ചതും അതിൽ എഴുതിയതും ദൈവമാണ് എന്ന് പറയുന്നുണ്ട്. മോശെ കയ്യിൽ ആ 2 സാക്ഷ്യപ്പലകകളുമായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. സാക്ഷ്യപ്പലകകൾ എന്നാ പറഞ്ഞു. ആ കൽപ്പലകകളുടെ 2 വശത്തും എഴുത്തുണ്ടായിരുന്നു. കണ്ടോ, കല്ല് കൊണ്ടുള്ള ഫലകമാണ് എന്ന് പറയുന്നു. പലകകൾ ദൈവനിർമ്മിതമായിരുന്നു. അതാണ് കതബ്ന. കൽപ്പലകകളിൽ കൊത്തിയിരുന്ന എഴുത്തും ദൈവത്തിൻ്റെതായിരുന്നു. അപ്പോൾ
അള്ളാഹുവിങ്കിൽ നിന്ന് തന്നെയാണ് ഇത് രേഖപ്പെട്ടത് എന്നാണ് അവിടെ പറയുന്നത്, അല്ലേ? സ്വജനം അഥവാ ഇസ്രയേല്യര് ഗോപൂജകരായി മാറിയതിൽ, പിന്നീട് അടുത്ത ആയത്തിൽ വരാൻ പോകുന്ന വിഷയമാണ്, പശുവിനെ ആരാധിക്കുന്നവരായി മാറിയതിൽ ക്ഷുഭിതനായി മൂസ അലൈഹിസ്സലാം കയ്യിലുണ്ടായിരുന്ന വേദഫലകങ്ങൾ എറിഞ്ഞുടച്ചപ്പോൾ ദൈവം പറഞ്ഞതായിട്ട് പുറപ്പാട് 34 പറയുന്നുണ്ട്. കർത്താവ് വീണ്ടും മോശയോട് അരുൾ ചെയ്തു, മുമ്പത്തേത് പോലുള്ള 2 കൽപ്പനകൾ വെട്ടിയെടുക്കുക, 2 കൽപ്പലകകൾ വെട്ടിയെടുക്കുക. നീ പൊട്ടിച്ചു കളഞ്ഞ ആദ്യത്തെ പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ ഞാൻ അവയിൽ എഴുതിത്തരാം. ഇതനുസരിച്ച് കൽപ്പലകകൾ ഉണ്ടാക്കി സീനാ മലയിലെത്തിയ മൂസായോട് ദൈവം പറയുന്നു, ഈ വാക്കുകൾ എഴുതിക്കൊള്ളുക. ഈ വാക്കുകൾക്ക് അനുസൃതമായി ഞാൻ നിന്നോടും ഇസ്രയേലിനോടും ഉടമ്പടി ചെയ്തിരിക്കുന്നു. മോശെ 40 രാവും 40 പകലും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും അവിടെ കർത്താവിനോടൊപ്പം കഴിഞ്ഞു. മോശെ കൽപ്പലകകളിൽ ഉടമ്പടി വാക്യങ്ങൾ, അതായത് 10 കൽപ്പനകൾ എഴുതി. കണ്ടോ? ഇതൊക്കെ ശരിക്കും ഖുർആനിനോട് ഏറെ ചേർന്ന് നിൽക്കുന്ന പ്രയോഗങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ വേദമറിയുന്ന കുടുംബത്തിൽ പിറന്ന ആളല്ല. മക്കയില് ജനിച്ചു വളർന്ന ആളുകൾക്ക് വേദം അറിയില്ലല്ലോ, അവർ വേദക്കാരല്ലല്ലോ. പക്ഷേ ആ വേദഗ്രന്ഥത്തിൽ, തൗറാത്തിൽ അന്നുണ്ടായിരുന്ന അതേ ആശയങ്ങൾ ഖുർആനിലൂടെ കടന്നു വരികയാണ്. അപ്പൊ അത് ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ്, പൂർവ്വവേദങ്ങളെ സത്യപ്പെടുത്തുന്നതാണ് എന്നതിനൊക്കെയുള്ള വലിയ തെളിവ് കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഇനി ഈ രേഖപ്പെടുത്തപ്പെട്ടത് 10 കൽപ്പനകൾ ആണെങ്കിൽ അതെന്തായിരുന്നു? ആ 10 കൽപ്പനകളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ ഖുർആനിൽ വന്നിട്ടുള്ള കൽപ്പനകൾ തന്നെയാണത് എന്ന് മനസ്സിലാവും. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. അള്ളാഹു ഈ തൗഹീദിനെ കുറിച്ച് പറയാൻ, ഈജിപ്ത് ദേശത്ത് നിന്ന്, അടിമ ഭവനത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നവൻ. നമ്മൾ ഖുർആനിലുടനീളം അത് കാണുന്നുണ്ടല്ലോ, ഇസ്രയേലരുടെ വിമോചനം. ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാവരുത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനി അബ്ദുല്ലാഹ വജ്തനിബു താഗൂത്ത് എന്നൊക്കെയുള്ള പ്രയോഗമാണ്. ഒരു വിഗ്രഹവും നിനക്കായി ഉണ്ടാകരുത്. മുകളിൽ സ്വർഗത്തിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ഭൂമിക്കടിയിൽ വെള്ളത്തിലുള്ളതോ ആയ യാതൊന്നിനെയും നീ ബിംബമുണ്ടാക്കരുത്. കണ്ടോ? ആകാശത്തുള്ളതോ ഭൂമിയിലുള്ളതോ അടിയിലുള്ളതോ ആയ ഒന്നിനെയും ബിംബമാക്കിയിട്ട് ആരാധിക്കരുത്. നീ അവക്ക് മുമ്പിൽ തലകുനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്. ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാകുന്നു. എന്നെ വെറുക്കുന്നവരുടെ ദുഷ്ടതയ്ക്ക് 3ഉം 4ഉം തലമുറ വരെയുള്ള സന്തതി പരമ്പരകളോട് പകവീട്ടുന്നവനാണ്. അല്ലാഹു പറയാൻ, ശിർക്ക് ചെയ്താൽ ശിക്ഷിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ കാത്തു പാലിക്കുകയും ചെയ്യുന്നവരുടെ 1000 തലമുറകളോട് ഞാൻ അചഞ്ചല സ്നേഹം കാണിക്കും. വിശ്വാസികളായിട്ട് നിങ്ങളുടെ പരമ്പര തുടർന്നാൽ അവരോടൊക്കെ ഞാൻ സ്നേഹം കാണിക്കും. ഇതൊക്കെ തൗഹീദുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളാണ് എന്ന് മനസ്സിലാവും. ബൈബിളിലെ കോട്ടിങ്സ് ആണ്. പുറപ്പാട് പുസ്തകത്തില് 20-ാം അധ്യായത്തിൽ 2 മുതൽ 17 വരെ വചനങ്ങളാണ് ഇത്. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. നമ്മൾ കള്ള സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വ്യാജ സത്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവെ സത്യം ചെയ്യുമ്പോൾ അവൻ്റെ നാമം അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. തൻ്റെ നാമം വൃഥാ പ്രയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടില്ല. പിന്നെ ശാബത്ത് ദിവസം ഓർമ്മിച്ച് പാവനമായി ആചരിക്കുക. ശനിയാഴ്ച പാവനമായിട്ട് ആചരിക്കണം. 6 ദിവസം നിനക്ക് നിന്റെ ജോലികളെല്ലാം ചെയ്യാം. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിനുള്ള ശാബത്താകുന്നു. അന്ന് നീയോ നിന്റെ പുത്രനോ പുത്രിയോ ദാസനോ ദാസിയോ മൃഗങ്ങളോ നിന്റെ പടിക്കകത്ത് പ്രവേശിക്കുന്നവനോ ഒരു ജോലിയും ചെയ്യരുത്. വീട്ടിലാരും ഒരു പണിയും ചെയ്യരുത്. മൃഗങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത് ശനിയാഴ്ച ദിവസം എന്നാണ് കൽപ്പന. കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും സൃഷ്ടിച്ചിട്ട്
7-ാം ദിവസം വിശ്രമിച്ചുവല്ലോ, അതുകൊണ്ട് കർത്താവ് ശാബത്ത് നാളിനെ അനുഗ്രഹിച്ചു പവിത്രീകരിച്ചു. അവിടെ വിശ്രമിച്ചു എന്നാണ് വാക്ക് വന്നിരിക്കുന്നത് അല്ലെ ഖുർആനില്. സുമ്മസ്തവ അലൽ അർശ്, അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്നാണ്. ആ അർത്ഥത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ബൈബിളിന്റെ പരിഭാഷകൻ വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ദൈവം വിശ്രമിക്കുമോ? അങ്ങനെയല്ലല്ലോ. ദൈവം ഇതെല്ലാം സംവിധാനിച്ചിട്ട് ഇവയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്നാണ് ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ശാബത്ത് ദിനത്തെക്കുറിച്ച് പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, സൂറ ബനി ഇസ്രായീലിൽ വരുന്നുണ്ടല്ലോ. ആ നിലയില് മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കാനാണ് പറഞ്ഞത്. പിന്നെ പറയുന്നത് നോക്കിക്കോളൂ, ആ സൂറത്തുൽ ഇസ്രായിലെ ആയത്തുകളുടെ തുടർച്ചയായിട്ട് വരുന്നത് കാണാം. നീ കൊല്ലരുത്, ആരെയും വധിക്കരുത്, വ്യഭിചരിക്കരുത്, നീ മോഷ്ടിക്കരുത്, നിന്റെ അയൽക്കാരന് എതിരെ നീ കള്ളസാക്ഷി ആകരുത്. സൂറത്തുൽ ഫുർഖാനിൽ വരുന്നുണ്ട്. നീ അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത്, അയൽക്കാരന്റെ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ മറ്റെന്തിനെയെങ്കിലുമോ മോഹിക്കരുത് എന്നൊക്കെയാണ് ഈ 10 കൽപ്പനകൾ എന്ന രൂപത്തിൽ നമുക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയുക എന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളായിരിക്കാം അല്ലാഹു മൂസ അലൈഹിസ്സലാമിന് നൽകിയത്. വകതബ്നാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈഇൻ മൗഇദതൻ വതഫ്സീലൻ ലികുല്ലി ഷൈ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഏതാണ്ടായി. അടിസ്ഥാനപരമായ കാര്യങ്ങൾ വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലെ അടിത്തറകളൊക്കെ പറയാം. അതുപോലെ വിശ്വാസത്തിന്റെ അടിത്തറകൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫഖുദ്ഹാ ബിഖുവ്വ, നീ ഇത് കരുത്തോടെ സ്വീകരിക്കുക. ആരോട് പറയാണ്? മൂസ അലൈഹി ഇസ്ലാമിനോട് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് പറയുന്നു വഅ്മുർ ഖൗമക, നീ നിന്റെ ജനതയോട് കൽപ്പിക്കുക, യഖുദൂ ബിഅഹ്സനിഹ, അതിലെ ഉത്തമമായത് അവര് പിന്തുടരട്ടെ, അല്ലെങ്കിൽ അതിനെ, ഈ വചനങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ അവർ പിന്തുടരട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തുകയാണ്. ഒന്നാമതായിട്ട് മൂസ അലൈഹിസ്സലാം മുറുകെ പിടിക്കണം. രണ്ടാമതായിട്ട് ജനത്തിന് മുമ്പിൽ അവർ ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയും ചെയ്യണം എന്നുകൂടി ചേർത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ യഖുദു ബി എന്നൊരു അക്ഷരമുണ്ട്, ബി എന്ന അക്ഷരം വരുന്നുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം? ഇത് പ്രയോഗവൽക്കരിക്കണം എന്നുള്ളതാണ്. ഇതിന് അതിൻ്റെതായ അർത്ഥത്തിൽ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നൊരാശയം അതിൽ ഉണ്ട് എന്നുള്ളതാണ്. ബി ചേർത്ത് പറയുമ്പോൾ, ആമനയുടെ കൂടെ ബി ചേർത്ത് പറയില്ലേ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അപ്പോ അദൃശ്യത്തിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അതനുസരിച്ച് കാണാത്ത അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം എന്ന ആശയം കൂടി അതിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ബി അഹ്സനിഹ, എങ്ങനെയാണത് ജനം സ്വീകരിക്കേണ്ടതെന്നറിയോ? ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കണം. പെട്ടുപോയില്ലേ, അള്ളാഹു കൽപ്പിച്ചതല്ലേ, ഇനി എന്ത് ചെയ്യാനാണ് എന്ന മനസ്സോടുകൂടിയല്ല, നല്ല ഉറച്ച മനസ്സോടെ ഞാൻ എന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ പാലിക്കുമെന്ന ബോധ്യത്തോടെ ഇഹ്സാനോട് കൂടിയിട്ട് നല്ല മനസ്സോടെ ഇതിനെ ഏറ്റുവാങ്ങണം എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കാൻ. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, ഖുർആനിലും കാണാം അതിന് സമാനമായിട്ട്, നിങ്ങളുടെ നാഥങ്കൽ നിന്ന് നിങ്ങൾക്ക് അവതരിച്ചു കിട്ടിയ ഏറ്റവും നല്ലതിനെ പിന്തുടരുവിൻ, സൂറത്തു സുമറില് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിൽ ഏറ്റവും നല്ലതിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഖുർആനിൽ നല്ലതല്ലാത്തതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അല്ലെ? അതിലുള്ളതെല്ലാം നല്ലത് തന്നെയാണ്. ബിൽ അഹ്സൻ അല്ലദീ ഹുവ ലഹ വഹുവ ജമീഉ മാ ഫീഹ എന്നാണ്.
എന്ന് പറഞ്ഞാൽ അതിലുള്ളതെല്ലാം നല്ലതാണ്, ആ നല്ലതിനെയൊക്കെയും സ്വീകരിക്കുക എന്നാണ് ചില വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ മറ്റ് ജനതകൾ പിന്തുടർന്നു വരുന്നതായിട്ട് ഇസ്രായേലിയർ കണ്ടിട്ടുള്ള വിഗ്രഹാരാധനയോടും മറ്റ് അന്ധവിശ്വാസങ്ങളോടുമൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അവയെ അപേക്ഷിച്ച് ഏറ്റവും നല്ലത് എന്താണ്? തൗറാത്തിൽ പറയുന്ന ഈ ധർമ്മങ്ങളാണ്. അതുകൊണ്ട് മറ്റുള്ളവ ഉപേക്ഷിച്ചുകൊണ്ട് ഇതിനെ സ്വീകരിക്കുക എന്ന ആശയവും അതിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റും. ഈ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? സ ഉരീക്കും ദാറൽ ഫാസിഖീൻ എന്നാണ്. അവിടെ ഉരീന്ന് എഴുതിയെടുത്ത് ഒരു വാവുണ്ട് അല്ലെ? അറ യുരി ഉരി, ആ വാവ് അധികമായിട്ട് വന്നാണ്, അത് ഉച്ചരിക്കേണ്ടതില്ല. സ ഉരി എന്ന് മാത്രം വായിച്ചാൽ മതിയാവും. സ ഉരീക്കും, ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം, ദാറൽ ഫാസിഖീൻ, ധിക്കാരികളുടെ ഭവനങ്ങൾ. എന്താ ഉദ്ദേശം? ഇസ്രായേൽ സമൂഹം ഇപ്പൊ ചെങ്കടൽ കടന്ന് സീനായി മരുഭൂമിയിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി അവർക്ക് പല മേഖലകളിലൂടെ കടന്നു പോകാനുണ്ട് അവരുടെ യാത്രയിൽ. ആ സഞ്ചാരത്തിനിടയിൽ അവർ അവിശ്വാസികളും അധർമ്മികളുമായ പല സമൂഹങ്ങളെ കണ്ടുമുട്ടാൻ ഇടയുണ്ട്. അതിനാൽ അവരൊക്കെ കാണിച്ചു തരാം അവരുടെ അവസ്ഥ എന്തായിരുന്നു, അവർ പിന്നെ എങ്ങനെയാണ് നശിച്ചു പോയത് എന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അങ്ങനെ നേരിട്ടത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈമാൻ കൂടുതൽ ശക്തിപ്പെടും എന്ന ഉദ്ദേശത്തിൽ ആണ് ആ പറയുന്നത് എന്ന വ്യാഖ്യാനമുണ്ട്. അതേപോലെ മറ്റൊരു വ്യാഖ്യാനം, ചെങ്കടലിൽ മുങ്ങി നശിച്ച ഫിർഔനും ആൾക്കാരും ഉണ്ടല്ലോ, അവരുടെ ശവങ്ങള് സീനായി തീരത്ത് വന്നടിഞ്ഞിരുന്നു അത്രേ. അപ്പൊ തൗറാത്ത് നൽകിയതോടൊപ്പം ആ ശവങ്ങൾ ചെന്നു കാണാൻ അള്ളാഹു താല ഇസ്രായേലിയരോട് നിർദ്ദേശിച്ചതാണ്. അവർക്ക് എന്ത് സംഭവിച്ചു? അപ്പൊ നിങ്ങളും ധിക്കാരം പ്രവർത്തിച്ച ഇത് തന്നെയാണ് നിങ്ങൾക്കും വരിക എന്ന നിലയ്ക്ക് ഒരു താക്കീതായിട്ട് അവർക്കിത് കാണിച്ചു കൊടുക്കും എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ഇനി അതേപോലെ ഇസ്രായേല്യര് ഇപ്പൊ മരുഭൂമിയിൽ ചെന്ന് താമസിക്കാൻ, ഇതേപോലെ മരുഭൂമിയിൽ നേരത്തെ താമസിച്ച പലരും ഉണ്ട്. ആദ് സമൂദ് പോലെയുള്ള സമൂഹങ്ങൾ, അവരൊക്കെയും നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ അവർ നശിപ്പിക്കപ്പെട്ടതായിട്ട് നിങ്ങളുടെ യാത്രകൾക്കിടയിൽ നിങ്ങൾ കണ്ടേക്കും എന്നുള്ള സൂചനയാണ് അത് എന്നാണ്. ഇനി മറ്റൊന്ന്, ഇസ്രായേല്യരോട് ഫലസ്തീനിലേക്ക് മാർച്ച് ചെയ്ത് അങ്ങനെ ഫലസ്തീൻ ജയിച്ചടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ വേറൊരു കൂട്ടർ താമസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് അവരുമായിട്ട് വിജയിക്കുമ്പോൾ അങ്ങനെ അവരുടെ പരാജയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നതാണ് മറ്റൊരാശയം. ഇങ്ങനെ പലതരത്തിലും സ ഉരീക്കും ദാറൽ ഫാസിഖീൻ എന്ന വാചകം വ്യാഖ്യാനിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി 146 ആയത്തിലേക്ക് പോവാം. ഈ കിതാബ്, ഈ തൗറാത്ത് അല്ലെങ്കിൽ ഫലകം സ്വീകരിക്കുന്ന ആളുകളും സ്വീകരിക്കാത്ത ആളുകളും, അതിനെക്കുറിച്ചാണ് അടുത്ത ആയത്തുകൾ പറയുന്നത്. 146 سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. അല്ലാഹു തആല സംസാരിക്കുകയാണ്. സഅസ്രിഫു അൻ ആയാത്തി. സറഫ യസ്രിഫു എന്ന് പറഞ്ഞാൽ തിരിച്ചു കളഞ്ഞു, മാറ്റിമറിച്ചു എന്നൊക്കെയുള്ള അർത്ഥമാണ്. സഅസ്രിഫു, ഞാൻ തിരിച്ചു കളയും, അൻ ആയാത്തി, എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, എൻ്റെ സൂക്തങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചു കളയും. ആരെ? അല്ലദീന യതകബ്ബറൂന ഫിൽ അർദ്, ഭൂമിയിൽ
അഹങ്കരിച്ച് വാഴുന്നവരെ, തക്കബ്ബറ യതകബ്ബറു, അഹങ്കരിച്ചു, വലിപ്പത്തരം നടിച്ചു, ബിഗൈരിൽ ഹഖ്, അവകാശമില്ലാതെ അന്യായമായിട്ട് അഹങ്കരിക്കുന്നവരെ നിന്ന് ഈ ദൃഷ്ടാന്തങ്ങളെ ഞാൻ തിരിച്ചു കളയും. വഇൻ യറൗ കുല്ല ആയ, ഇവരുടെ അവസ്ഥ എന്താണെന്നറിയോ? ഇങ്ങനെ അഹങ്കരിക്കുന്ന ആൾക്കാര് സകല ദൃഷ്ടാന്തങ്ങളും സകല തെളിവുകളും സത്യവിശ്വാസവുമായി ബന്ധപ്പെട്ട് കണ്ടാലും അവരെന്ത് ചെയ്യും? ലാ യുഅ്മിനു ബിഹ, അവരതിൽ വിശ്വസിക്കുകയില്ല. വഇൻ യറൗ സബീല റുഷ്ദ്, ഇനി അവര് റുഷ്ദിന്റെ മാർഗം, സന്മാർഗം അഥവാ വിവേകത്തിന്റെ മാർഗം അവർ കണ്ടാലോ? റുഷ്ദ് കണ്ടാല് ലാ യത്തഖിദൂഹു, അവരതിനെ സ്വീകരിക്കുകയില്ല, സബീല, അവരുടെ മാർഗമായിട്ട് സ്വീകരിക്കില്ല. ദാലിക, എന്തുകൊണ്ടാണ്? ബി അന്നഹും കദ്ദബൂ ബി ആയാത്തിന, ഇവര് നമ്മുടെ സൂക്തങ്ങളെ കളവാക്കിയിരിക്കുന്നു, അതുകൊണ്ടാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു. വഖാനു, അവരായിരുന്നു, അൻഹ, അതിനെക്കുറിച്ച്, ഗാഫിലീൻ, അശ്രദ്ധരായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ എല്ലാം കാരണം. വേദഗ്രന്ഥം അവതരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അല്ലേ? ഇവിടെ ഒരു പ്രവാചകൻ നേരിട്ട് അള്ളാഹുവിങ്കൽ, അള്ളാഹു നിശ്ചയിച്ച സ്ഥാനത്ത് ചെന്ന് അവങ്കൽ നിന്ന് ചില ഫലകങ്ങൾ സ്വീകരിച്ച്, കൽപ്പനകൾ സ്വീകരിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്, അല്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരും അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. ഇത് ഇസ്രയേലിനെ മുൻനിർത്തി പറയുന്നതാകാം. ഇനി അങ്ങനെയല്ല, അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാകാം. ഈ സൂറ അവതരിക്കുന്ന എവിടെയാണ്? മക്കയിലാണ്, അല്ലെ? അപ്പൊ മക്കക്കാര് പ്രവാചകനെയും ഖുർആനെയും തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കുള്ള ഒരു മറുപടി കൂടിയാകാം. ഇങ്ങനെ ഒക്കെയാണ് പ്രവാചകന്മാർക്ക് സന്ദേശം ലഭിക്കുന്നതെങ്കിലും ഇതിനെല്ലാം തള്ളിപ്പറയുന്നവരായിട്ട് ഒരു വിഭാഗം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യുമെന്നറിയോ? സഅസ്രിഫു അൻ ആയാത്തി, എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, തെളിവുകളിൽ നിന്ന് ഞാൻ തന്നെ തെറ്റിച്ചു കളയും, തിരിച്ചു കളയും. അല്ലദീന യതകബ്ബറൂന ഫിൽ അർദ്, ഭൂമിയിൽ അഹങ്കരിക്കുന്നവരെ, ബിഗൈരിൽ ഹഖ്, അന്യായമായിട്ട്. ന്യായമായിട്ട് ഭൂമിയിൽ അഹങ്കരിക്കാവോ? അഹങ്കരിക്കാം. ആർക്കാ അതിന് ന്യായമുള്ളത്? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. തകബ്ബറ എന്ന് പറഞ്ഞാൽ വലിപ്പത്തരം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. വലിപ്പമുള്ളവന് വലിപ്പം പ്രകടിപ്പിക്കാലോ. വലിപ്പം ഇല്ലാത്ത ഒരാൾ അങ്ങനെ അഭിനയിക്കുമ്പോഴാണ് അത് അഹങ്കാരമാവുക, അല്ലെ? അള്ളാഹു തആല അൽ മുതകബ്ബിറാണ്. തൻ്റെ വലിപ്പം പ്രകടിപ്പിക്കുവാൻ സ്വയം തന്നെ അർഹതയുള്ളവനാണ് അള്ളാഹു. അവനല്ലാത്ത ആർക്കും അത് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവര്, ഈ സത്യനിഷേധികൾ, അന്യായമായിട്ടാണ് അഹങ്കരിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ ന്യായമായിട്ട് അഹങ്കരിക്കാൻ അള്ളാഹുവിനെ കഴിയും. ഇവരുടെ അഹങ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞങ്ങളെ ആരും പഠിപ്പിക്കാൻ നോക്കണ്ട, ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു മനസ്സില്ലേ, ഖുലൂബുന ഗുൽഫ്, നമ്മൾ നേരത്തെ ഇസ്രായേലിയരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സുകൾ ഭദ്രമാണ്, പുതുതായിട്ട് ആരും ഒന്നും പഠിപ്പിക്കാൻ നോക്കണ്ട, ഞങ്ങൾ പഠിച്ചതൊന്നും മറക്കുകയുമില്ല എന്ന് പറയുന്ന നിലപാടാണ്. അതാണ് അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്. ഇങ്ങനെ അസത്യത്തെ, അജ്ഞതയെ അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്ന ആൾക്കാർ. ഇവരുടെ അവസ്ഥ എന്താണ്? വഇൻ യറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹ, സകല തെളിവും കണ്ടാലും അവരതിൽ വിശ്വസിക്കില്ല എന്നതാണ്. വഇൻ യറൗ സബീല റുഷ്ദ്, വിവേകത്തിന്റെ വഴി, ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന വിവേകത്തിന്റെ വഴിയുണ്ടല്ലോ, റുഷ്ദ്, ആ വഴി കണ്ടാലും ലാ യത്തഖിദൂഹു സബീല, സ്വന്തം വഴിയായിട്ട് അതിനെ അവർ സ്വീകരിക്കില്ല. വഇൻ യറൗ സബീലൽ ഗയ്യ്, എന്നാൽ ഗയ്യിന്റെ വഴി കണ്ടാലോ? ഗയ്യ് എന്ന് പറഞ്ഞാൽ അവിവേകമാണ്. റുഷ്ദിന്റെ എതിർ വാക്കായിട്ട് മനസ്സിലാക്കണം. ഗയ്യ്, അവിവേകം, മൂഢത, അസത്യം എന്നൊക്കെയാണ് അർത്ഥം. വഇൻ യറൗ സബീലൽ ഗയ്യ്, അങ്ങനെ അവിവേകത്തിന്റെ, അസത്യത്തിന്റെ, വിഡ്ഢിത്തത്തിന്റെ വഴി കണ്ടാല് യത്തഖിദൂഹു സബീല, അപ്പൊ തന്നെ ചാടി വീണ് അതിന്റെ വക്താക്കളായിട്ട് അവർ മാറും.
നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വമ്പിച്ച മാർക്കറ്റാണ് സമൂഹത്തിൽ, അല്ലേ? അങ്ങനെയാണ് സംഭവിക്കുക. ഒരു കൃത്രിമ മുടി കൊണ്ടുവന്ന് അത് 1/2 സെന്റിമീറ്റർ നീളം വെച്ചു എന്ന് പറയുമ്പോഴേക്കും അത് വമ്പിച്ച ന്യൂസാണ്. എന്നാൽ ഈ റബീഉൽ അവ്വലിലെ പ്രവാചകന്റെ എത്ര മാതൃകകൾ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ആർക്കൊന്നും പറയാനുണ്ടാവില്ല. അത് നമ്മുടെ ചാനലുകൾക്കൊന്നും ന്യൂസ് അല്ല എന്നുള്ളതാണ്. ഇങ്ങനെ അവിവേകവും വിഡ്ഢിത്തവും പെട്ടെന്ന് സ്വീകരിക്കുന്ന ഒരവസ്ഥ മനുഷ്യരിലുണ്ട്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, സൂക്തങ്ങളെ തള്ളിപ്പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ. വക്കാനു അൻഹാ ഗാഫിലീൻ, അവരിതിനെക്കുറിച്ച് അശ്രദ്ധരുമാണ്. അടുത്ത ആയത്തും ഇതിന്റെ തുടർച്ചയാണ് 147. വല്ലദീന കദ്ദബൂ ബിആയാതിനാ വലിഖാഇൽ ആഖിറതി വഹബിതത് അഅമാലുഹും ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ. വല്ലദീന കദ്ദബൂ ബിആയാതിന, ഇങ്ങനെ നമ്മുടെ സൂക്തങ്ങളെ, തെളിവുകളെ തള്ളിപ്പറയുന്നവർ, വലിഖാഇൽ ആഖിറ, പരലോകത്തെ കൂടിക്കാഴ്ചയെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെയും തള്ളിപ്പറയുന്നവർ, ഹബിതത് അഅമാലുഹും, ഇവരുടെ എല്ലാം കർമ്മങ്ങൾ കെട്ടുപോയിരിക്കുന്നു, നശിച്ചു പോയിരിക്കുന്നു. വേറെ എന്ത് നന്മ ചെയ്താലും അവരിൽ സത്യവിശ്വാസത്തിന്റെ പിൻബലമില്ലെങ്കിൽ ആ നന്മകൾ പരലോകത്ത് ഉപകരിക്കില്ല. ഹൽ യുജ്സൗൻ, എന്നിട്ട് അള്ളാഹു ചോദിക്കാണ്, അവർക്ക് പ്രതിഫലം ലഭിക്കുമോ, നൽകപ്പെടുമോ? ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതിനല്ലാതെ, ഇല്ല അല്ലാതെ, മാക്കാനു അവർ ആയിരുന്നതിന്, യഅമലൂൻ അവർ ചെയ്തുകൊണ്ടിരുന്നതിനല്ലാതെ പ്രതിഫലം ലഭിക്കുമോ? അതല്ലേ നീതി, അതല്ലേ ന്യായം? ഒരാൾ ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കണം. അതല്ലാതെ അള്ളാഹു പെട്ടെന്നൊരു മനുഷ്യനെ ഇന്ന കുടുംബത്തിൽ, ഇന്ന ഗോത്രത്തിൽ, ഇന്ന വംശത്തിൽ പിറന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം നൽകോ? ഒരിക്കലും ഉണ്ടാവില്ല. അള്ളാഹു നീതിമാനാകുന്നു. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ ആശയങ്ങളാണ് ഈ ആയത്തുകളിൽ വന്നിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് ഇസ്രയേലരുടെ അധപ്പതനത്തെ കുറിച്ചാണ്. ഈ ലൗഹമായിട്ട് തിരിച്ചെത്തുമ്പോഴേക്ക് ഇസ്രയേലർ എന്ത് ചെയ്തു? അവര് ലോഹങ്ങൾ ഒരുക്കിയിട്ട് പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങിയ സംഭവമാണ് ഇനി പറയുന്നത്. മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ്. അള്ളാഹു നൽകിയ സന്മാർഗം തിരിച്ചറിയാതെ അവിവേകത്തിൽ മുങ്ങി വഴികേടിൽ അകപ്പെട്ട് മുന്നോട്ട് പോകുന്നവനാണ്. അതിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും തെളിമയാർന്ന വഴിയിലേക്ക് നമ്മെ നയിക്കുന്നത്. അള്ളാഹുവെ, അങ്ങനെ ശുദ്ധ പ്രകൃതിയുള്ള, പ്രകൃതി വിശുദ്ധിയുള്ള ഈ ജീവിത വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസം നൽകണേ റബ്ബേ. രോഗങ്ങളിൽ നിന്ന്, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്ന്, മാനസിക അസ്വസ്ഥതകളിൽ നിന്ന്, കുടുംബപരമായ പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം നൽകണേ റബ്ബേ. ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണ കാട്ടണേ റബ്ബേ. അവർക്ക് വിജയം നൽകണേ നാഥ. അവർ വംശഹത്യക്ക് വിധേയമാക്കപ്പെടുകയാണ്, നാട് കടത്തപ്പെടുകയാണ്. ആ നാട് മുഴുവനായും ഇസ്രയേൽ എന്ന ഭീകര രാഷ്ട്രം കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നാഥ. പടച്ചവനെ, ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് കാക്കണേ റബ്ബേ. ഈ പരീക്ഷണത്തിൽ നിന്ന് ലോകത്തെ കാത്തുരക്ഷിക്കണേ റബ്ബേ. അതിക്രമകാരികളുടെ എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസില് ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.